ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് സങ്കീർത്തനങ്ങൾ 43-ന്റെ 5 വാക്യമാണ്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനെൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ ആരെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുന്ന, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ ഭക്തൻ, ആമേൻ, സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുകയാണ്, തൻ്റെ ആത്മാവിനോട് വിളിച്ചു ചോദിക്കുകയാണ്, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ആമേൻ. പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കുന്ന ഒരു ഭക്തൻ, ആമേൻ, ദൈവത്തോട് ഹല്ലേലൂയ നിലവിളിക്കുന്ന ഒരു ഭക്തൻ, വിടുതലിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ, ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു ഭക്തൻ, ആമേൻ, ആ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലും തൻ്റെ ആത്മാവിനോട് ചോദിക്കുകയാണ്, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, എന്നെ ആര് സഹായിക്കുമെന്ന് നാം ചിന്തിച്ചിരിക്കുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ തയ്യാറായാൽ, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറായാൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ മൂടുവാനായിട്ട്, നമ്മിലേക്ക് ഹല്ലേലൂയ പ്രകാശം അയക്കുവാനായിട്ട്, ആ വിടുതൽ അയക്കുവാനായിട്ട്, ആ വിടുതൽ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി ആ നിലവിളി കേട്ട് ഇറങ്ങി വരുവാൻ വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ വിശ്വസ്തയോടെ ദൈവം നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. വിടുതൽ ഇതുവരെയും ലഭിച്ചില്ല എങ്കിലും, വിടുതൽ ഇതുവരെയും നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടില്ല എങ്കിലും, എങ്ങനെയാണ് ആയിരിക്കുന്ന അവസ്ഥയുടെ നടുവിലായിരുന്നാലും, ആമേൻ, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, തളർന്നിരിക്കുന്നവരാണോ, അസ്വസ്ഥരായിരിക്കുന്നവരാണോ, ആമേൻ, എങ്കിൽ ദൈവത്തിൽ വിശ്വസ്തയോടെ, ദൈവത്തിൽ വിശ്വാസത്തോടെ, ആമേൻ, നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളത്തോട് തന്നെ നാം പറയുകയാണെങ്കിൽ, വിഷാദിച്ചിരിക്കേണ്ട, എൻ്റെ ദൈവത്തിൽ എനിക്ക് പ്രത്യാശയുണ്ടെന്ന് നാം തന്നെ പറയുമ്പോൾ, നാം ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തത് ക്ലെയിം ചെയ്ത് പറയുമ്പോൾ, ദൈവിക വിടുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ ഹല്ലേലൂയ മഹാശക്തിക്കും ഇന്നും ഒരു കുറവും വന്നു പോയിട്ടില്ല. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിടുതലിന് വേണ്ടി നോക്കുന്നവർക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വിഷാദം മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ വിശ്വസ്തതയ്ക്ക് വേണ്ടി നാം നോക്കി ജീവിക്കുമ്പോൾ, സ്തോത്രം, ആ വിടുതലിന് വേണ്ടി നാം നോക്കി പാർക്കുമ്പോൾ, സ്തോത്രം, ആ ഹൃദയത്തിനകത്തേക്ക് ദൈവിക സാന്നിധ്യവും ദൈവിക കൃപയും ദൈവിക അനുഗ്രഹവും ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. അവങ്കിലേക്കൊന്ന് നോക്കിക്കേ. നമ്മുടെ മുഖം പ്രകാശമായി തീരും. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഹല്ലേലൂയ. നമ്മുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ അങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. വിടുതൽ കിട്ടുമ്പോൾ, വിടുതൽ അനുഭവിക്കുമ്പോൾ, ആമേൻ, ആ ദൈവമുഖത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ, ആ ദൈവത്തെ നാം ഇടപെടാതെ സ്തുതിക്കുവാൻ, ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ നാമത്തെ നാം ഉയർത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം, ഹല്ലേലൂയ, ആമേൻ,
ആമേൻ, ഇടവിടാതെ സന്തോഷിക്കുവാൻ, ആ സന്തോഷം അനേകരിലേക്ക് പകരുവാൻ, ആ സമാധാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. നമ്മുടെ ദുഃഖം മാറുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഹാലേലുയ വിഷാദം മാറുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഡിപ്രഷൻ മാറുവാൻ ഇടയായിത്തീരും. സ്തോത്രം, ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ഉത്തരമരുളുന്നത് ദൈവമാണ്. ഹാലേലുയ. നമുക്ക് പ്രത്യാശയുള്ളത് അവനിലാണ്. ആ പ്രത്യാശ, ഹാലേലുയ, നമ്മെ വിടുതലിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ പക്കൽ ആമേൻ സകലത്തിനും പരിഹാരമുണ്ട്, സകലത്തിനും ഉത്തരമുണ്ട്, സകലത്തിനും വിടുതലുണ്ട്. സ്തോത്രം, ഹാലേലുയ. സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്ന അവസ്ഥ ഭയങ്കരമാണ്. സ്തോത്രം. എന്നാൽ ഹാലേലുയ, ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്കും ആമേൻ അവിടുത്തെ തിരുനിവാസത്തിലേക്കും ആമേൻ നോക്കും. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹാലേലുയ. ആ ദൈവത്തിങ്കിലേക്കൊന്ന് ചെല്ലുവാൻ നാം തയ്യാറായാൽ, ആ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, ആ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്കൊന്ന് ചെല്ലുവാൻ നാം തയ്യാറായാൽ, അവിടെ സകലത്തിനും വിടുതലുണ്ട്, അവിടെ സകലത്തിനും പരിഹാരമുണ്ട്, സകലത്തിനും ഹാലിൽ വിടുതലുണ്ട്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പുറമേ നോക്കിയാൽ സ്തോത്രം വിടുതൽ കാണുവാനില്ലായിരിക്കാം. ആമേൻ, വിടുതൽ നമ്മുടെ കണ്ണിന് മുൻപിൽ നമുക്ക് കാണുവാനില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. സ്തോത്രം. എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ള ആമേൻ ആ ഹാലിൽ പ്രത്യാശയുണ്ടെങ്കിൽ, ആ വിശ്വാസമുണ്ടെങ്കിൽ, സ്തോത്രം, നമ്മുടെ ഹാലിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ആത്മാവ് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ. ആ സന്തോഷമാണ്, ആ സമാധാനമാണ്, ആ വിശ്വാസമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഭയപ്പെടുത്തുന്ന നാളിൽ ഹാലലുയ, ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ കൊണ്ടുവരുമ്പോൾ, അസ്വസ്ഥതകൾ ഇട്ടുവരുന്ന കാലിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ആമേൻ, ദൈവമുഖത്തേക്ക് നാം നോക്കുന്നവരായി തീരണം. ദൈവത്തിൻ്റെ മുഖത്താണ് സകലത്തിനും പരിഹാരമുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെ പക്കലാണ് സകലത്തിനും വിടുതലുള്ളത്. സ്തോത്രം. അതുകൊണ്ട് ഹാലലുയ, സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് നമ്മുടെ ആത്മാവിനോടൊന്ന് പറയാം, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. സ്തോത്രം. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് നാം ഒന്ന് പറയുമ്പോൾ സകല പ്രതികൂലങ്ങളും മാറുവാൻ ഇടയായിത്തീരും, സകല പ്രതിസന്ധികളും മാറുവാൻ ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൽ ഹാലിൽ പ്രത്യാശയുള്ള തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. നമ്മുടെ വിഷമം മാറട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ മാറട്ടെ, നമ്മുടെ ഭയം മാറട്ടെ, നമ്മുടെ അസ്വസ്ഥതകൾ മാറട്ടെ. ഹാലിൽ ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ആ ദൈവത്തിൽ ഒന്ന് പ്രത്യാശ വയ്ക്കാമോ? ആ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്കൊന്ന് നോക്കാമോ? ഹാലേലുയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സ്തോത്രം. ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏതെല്ലാം മനുഷ്യർ നമുക്കെതിരായി കൂട്ടുകെട്ടുണ്ടാക്കിയാലും, ഏതെല്ലാം മനുഷ്യർ നമുക്കെതിരായി കുടുക്കുകൾ ഉണ്ടാക്കിയാലും, അതിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ സംരക്ഷിപ്പാൻ, നമുക്ക് ചുറ്റും കാവലായിരിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഹാലിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് ഹാലിൽ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സ്തോത്രം. ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? തന്നോട് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മുടെ ഉള്ളു വിഷാദിച്ചിരിക്കുകയാണോ? നമ്മുടെ ആത്മാവ് വിഷാദിച്ചിരിക്കുകയാണോ? കഴിഞ്ഞ കാലങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അത്ഭുതകരമായി വിടുവിച്ച വിധങ്ങളൊന്ന് ഓർത്തേ. ആ കർത്താവിൻ്റെ വഴികളിലൂടെ നമ്മെ നടത്തിയ ഹാലേലുയ അത്ഭുതകരമാകുന്ന വഴികളൊന്ന് ഓർത്തേ. പ്രതിസന്ധിയുടെ നടുവിൽ ഹാലേലുയ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ആമേൻ നമ്മെ ഇത്രത്തോളം നടത്തിയില്ലേ? ഈ നിമിഷം വരെ നിർത്തിയില്ലേ? ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവം വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. ആ ദൈവം നമ്മെ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ആ ദൈവത്തിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഹാലേലുയ. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമ്മെ
നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഏത് രോഗത്തിൻ്റെ അവസ്ഥയായിരുന്നാലും, ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയായിരുന്നാലും, ഏത് ഡോക്ടർമാർ നമ്മെ കൈവിട്ടെന്ന് പറഞ്ഞാലും, ഏതെല്ലാം മനുഷ്യർ നമുക്കെതിരായി വന്നെന്ന് പറഞ്ഞാലും, നമ്മുടെ സഹോദരങ്ങൾ നമ്മെ തള്ളിക്കളഞ്ഞെന്ന് വന്നാലും, ആമേൻ, ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ഒരു വിടുതലുണ്ട്. സ്തോത്രം. ഇന്ന് നാം ആ വിടുതൽ കണ്ടില്ലെങ്കിലും ആമേൻ, നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ, ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവിക സമയമാകുമ്പോൾ കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അത് ദൈവനാമ മഹത്വത്തിനായി തീരും. സ്തോത്രം. നമ്മൾ അനേകരോട് സാക്ഷ്യം പറയും, കർത്താവ് എന്നെ വിടുവിച്ചു, കർത്താവ് എന്നെ സഹായിച്ചു, ഞാൻ ഇനിയും അവനെ സ്തുതിക്കുവാൻ ഇടയായിത്തീരുമെന്ന് പിന്നെയും നമ്മൾ പറയും. സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കൈകൾ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ആ കർത്താവിൽ വിശ്വാസം അർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കർത്താവേ, അപ്പാ, നിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിഷയത്തിന് വിടുതൽ ഞങ്ങൾ കണ്ടില്ല എങ്കിലും കർത്താവേ, നിന്നിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുക. കർത്താവേ, സ്തോത്രം. ആ ദൈവം ഞങ്ങളുടെ മുഖപ്രകാശ രക്ഷയാണ്. ഹല്ലേലൂയ. ആ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നു. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.